മുതിർന്ന മാധ്യമപ്രവർത്തകനും പൊതുപ്രവർത്തകനും ഒക്കെയായ ശ്രീ സെബാസ്റ്റ്യൻ പോൾ ഈ ഘട്ടത്തിൽ നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ സെബാസ്റ്റ്യൻ പോൾ, ഈ കത്തോലിക്ക സഭ എപ്പോഴും സാധാരണ മറ്റ് സാമുദായിക നേതൃത്വങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി മാറ്റങ്ങളെ ഉൾക്കൊള്ളാൻ, ആധുനിക കാലവുമായി ഇഴചേരാൻ വലിയ താല്പര്യം കാണിക്കുന്ന, ആ അർത്ഥത്തിൽ മാതൃക ഉള്ളൊരു സഭയാണ് നിഷ്പക്ഷമായി നിരീക്ഷിച്ചാൽ. ഫ്രാൻസിസ് മാർപ്പാപ്പ അതിനെ വളരെ വലിയ ഒരു പുരോഗമന പരിപ്രേക്ഷ്യത്തിലേക്ക് കത്തോലിക്ക സഭയെ എത്തിച്ചു. അത്തരത്തിൽ അഭിമാനിക്കാവുന്ന ഒരു മുഹൂർത്തമായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പയുടേത്, അല്ലേ? തീർച്ചയായും. അതുകൊണ്ടാണ് അദ്ദേഹം ഒരു വ്യത്യസ്തനായ പാപ്പ ആയി മാറിയത്. അദ്ദേഹം ഈ റോമൻ കത്തോലിക്കരുടെ മാത്രം അധ്യക്ഷനായിട്ടല്ലല്ലോ നമ്മൾ കാണുന്നത്. ഒരു ലോക മനസ്സാക്ഷിയുടെ ശബ്ദമായിട്ടാണ് അദ്ദേഹത്തെ കാണുന്നത്. അദ്ദേഹത്തിന്റെ സംസാരം, അദ്ദേഹത്തിന്റെ വ്യാഖ്യാനങ്ങൾ, വിശദീകരണം എല്ലാം വ്യത്യസ്തമായിരുന്നു. അദ്ദേഹം മാർപ്പാപ്പയായി ഉടൻ തന്നെ വലിയ ആക്ഷേപം, പ്രത്യേകിച്ച് അമേരിക്കയിൽ നിന്നൊക്കെ ഉണ്ടായത് അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റ് മാർപ്പാപ്പയാണ് എന്നുള്ളതായിരുന്നു. അദ്ദേഹം വന്നത് അർജന്റീനയിൽ നിന്നാണ്. അവിടെ വിപ്ലവത്തിന്റെ നാടാണ്, ദരിദ്രരുടെ നാടാണ്. ആ അവസ്ഥയിൽ അദ്ദേഹത്തെ പലരും പ്രത്യേകിച്ച് അമേരിക്കൻ മാധ്യമങ്ങൾ വിവരിച്ചത് ഇതൊരു കമ്മ്യൂണിസ്റ്റ് പാപ്പ വന്നിരിക്കുന്ന ഒന്നാണ്. കാരണം അദ്ദേഹം നൽകിയ മറുപടി വളരെ ശ്രദ്ധേയമാണ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ കമ്മ്യൂണിസ്റ്റ് അല്ല, പക്ഷെ അങ്ങനെ ആരെങ്കിലും വിളിച്ചാൽ എനിക്ക് വിരോധവുമില്ല, കാരണം ഞാൻ നല്ല മനുഷ്യരെ കമ്മ്യൂണിസ്റ്റുകാരുടെ ഇടയിൽ കണ്ടിട്ടുണ്ട് എന്നാണ്. അപ്പൊ ഏത് വിഷയത്തിനും കത്തോലിക്ക സഭയുടെ നിലപാട് അതാവില്ല സാധാരണഗതിയിൽ, പരമ്പരാഗത നിലപാട്. അപ്പൊ അതിൽ ആ പാരമ്പര്യത്തിൽ നിന്നൊക്കെ വ്യത്യസ്തമായി അദ്ദേഹത്തിന് ആരോടും വിരോധമൊന്നുമില്ല. അദ്ദേഹം എല്ലാവരുടെയും ആളാണ്, എല്ലാവരുടെയും പിതാവാണ്, എല്ലാവരുടെയും ഇടയനാണ്. ആടുകളുടെ ഗന്ധം അറിയുന്നവനാണ് നല്ല ഇടയൻ എന്ന് അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു. ആ ആടുകളുടെ ഗന്ധം അറിയുന്ന ഇടയൻ തന്നെയായിരുന്നു അദ്ദേഹം. അതുകൊണ്ടാണ് അദ്ദേഹം വ്യത്യസ്തനായത്. അദ്ദേഹത്തിന്റെ ഈ കാൽകഴുകൽ ശുശ്രൂഷ തന്നെ ഇപ്പോൾ അദ്ദേഹം മരണത്തിൽ നിന്ന് ഒരു അല്പം ഒരു വിമുക്തി കിട്ടിയതേ ഉള്ളൂ. അദ്ദേഹം പോയത് ജയിലിലേക്കാണ്. തടവുകാരുടെ കാലാണ് കഴുകിയത്. അദ്ദേഹം ഇതിനു മുൻപും പോയിട്ടുണ്ട്. ഇതിനു മുൻപ് ജയിലിൽ പോയപ്പോഴോ അദ്ദേഹം 12 പേരാണ് ഇരുത്തേണ്ടത്, യേശുവിന്റെ ശിഷ്യന്മാർ. ആ 12 പേരിൽ സ്ത്രീകളും ഉണ്ടായിരുന്നു. ഒരു സ്ത്രീയുടെ കയ്യിൽ ഒരു കുഞ്ഞുണ്ടായിരുന്നു, ഒരു കൊച്ചു കുഞ്ഞ്. അവിടെ മകളോ മകനുമാണ്. 12 പേരുടെ കാൽ മാത്രമല്ല, കുഞ്ഞിന്റെ കാൽ കൂടി കഴുകി മാർപ്പാപ്പ. ചരിത്രം സൃഷ്ടിച്ചതാണ്. ആ അമ്മയുടെ ആ വികാരം ഒന്ന് ഓർത്തു നോക്കുക. അദ്ദേഹം എപ്പോഴും അങ്ങനെയായിരുന്നു. അദ്ദേഹം പറഞ്ഞു, മതിലുകളല്ല പണിയേണ്ടത്, മതിലുകൾ പൊളിക്കുകയും പാലങ്ങൾ പണിയുകയും വേണം. യേശുവിനെ പോലെ തന്നെയാണ് വളരെ ലളിതമായ രീതിയിൽ ദുർഗ്രഹമായ വലിയ കാര്യങ്ങളും തത്വങ്ങളും പറയുന്നതിന്, അത് ജനങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ അവതരിപ്പിക്കുന്നതിന് എല്ലാം ഉള്ള പ്രാപ്തി ഈ പാപ്പയ്ക്കുണ്ടായിരുന്നു. അദ്ദേഹം ചരിത്രം കണ്ട് അറിഞ്ഞ് അർജന്റീനയിലെ വലിയ കൊടിയ ഏകാധിപത്യത്തിന്റെ നാളുകളിൽ ആ ഭീകരതയൊക്കെ അറിഞ്ഞ് മനസ്സിലാക്കി വന്ന ആൾ തന്നെയാണ് അദ്ദേഹം. ഇറ്റാലിയൻ വംശജനാണെങ്കിലും ജനിച്ചത് ഇറ്റലിയിലാണെങ്കിലും അദ്ദേഹം വളർന്നത് അർജന്റീനയിലാണ്. അർജന്റീന എന്ന് പറയുമ്പോൾ നമുക്കറിയാം സാധാരണ അവസ്ഥയിലുള്ള രാജ്യമല്ല. അവിടെയാണ് അദ്ദേഹത്തിൻ്റെതായ ഒരു ഫിലോസഫി അത് മുന്നോട്ട് വയ്ക്കുകയും സുവിശേഷം എന്നത് പാവങ്ങൾക്ക് വേണ്ടി, പാവങ്ങളുടെ സുവിശേഷമാണ് എന്ന് പ്രഖ്യാപിക്കുകയും യേശുവിന്റെ സുവിശേഷത്തിന് പുതിയ വ്യാഖ്യാനങ്ങൾ നൽകുകയും ആ വ്യാഖ്യാനം ഒരു പുതിയ ലോകക്രമത്തിന്റെ രൂപീകരണത്തിന് സഹായകമാകുന്ന അവസ്ഥ സൃഷ്ടിക്കുകയും ഒക്കെ ചെയ്ത ഒരു ചരിത്ര പുരുഷൻ തന്നെയാണ് ഇപ്പോൾ കാലം ചെയ്തിരിക്കുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പ. അതാണ് ശ്രീ സെബാസ്റ്റ്യൻ പോൾ. അദ്ദേഹം ഈ കത്തോലിക്ക സഭയുടെ അധ്യക്ഷൻ മാത്രമല്ല, താങ്കൾ പറഞ്ഞതുപോലെ ഈ മനുഷ്യ സ്നേഹികളുടെ ഒരു നേതാവ് കൂടിയായിരുന്നു. മാത്രമല്ല, അദ്ദേഹം വത്തിക്കാൻ എന്ന രാജ്യത്തിൻ്റെ തലവനാണ്. പക്ഷേ എന്നിട്ട് പോലും അദ്ദേഹം ലളിതമായ ഒരു ജീവിതമാണ് നയിച്ചത്. സാധാരണക്കാർ യാത്ര ചെയ്യുന്ന ബസ്സുകളിൽ കയറുക, അതൊരു പക്ഷേ കേവലമായൊരു യാത്രയോ അല്ലെങ്കിൽ ഒരു ലാളിത്യത്തിൻ്റെ സന്ദേശമോ മാത്രമല്ല, അത് താഴേക്ക് ഒരു വലിയ സന്ദേശം നൽകുന്നുണ്ട്. മതപുരോഹിതർ അല്ലെങ്കിൽ ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ എങ്ങനെയാകണം എന്നുള്ളത്. അത് കാൽകഴുകൽ ചടങ്ങിൽ മാത്രം ഒതുക്കുകയല്ല, അക്ഷരാർത്ഥത്തിൽ അദ്ദേഹം പിന്തുടരുകയായിരുന്നു ക്രിസ്തുവിനെ, അല്ലേ? അതെ, തീർച്ചയായും. അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങളിൽ എപ്പോഴും നമ്മൾ യേശുവിന്റെ ശബ്ദം കേൾക്കേണ്ടി വരുന്നത്. അതൊരു മതപരമായ ചടങ്ങോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ആചാരപ്രകാരമുള്ള വാക്കുകളോ ആയിരുന്നില്ല. ഇപ്പോൾ ഒരു പ്രശ്നം സഭ അല്ലെങ്കിൽ സഭയിലെ പുരോഹിതന്മാർ, ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് മുമ്പല്ല ഇപ്പോഴും
കൺവെൻഷൻ പാരമ്പര്യവാദികളൊക്കെ സഭയിലുണ്ടല്ലോ. അതെ അപ്പൊ ഈ സ്വർഗാനുരാഗികൾ അതെ 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 അല്ലെങ്കിൽ വിവാഹിതരാകാതെ ഒരുമിച്ച് ജീവിക്കുന്ന സ്ത്രീയും പുരുഷനും അങ്ങനെയൊക്കെ ഒരു വലിയ വിഭാഗങ്ങളെ സഭ അംഗീകരിക്കുന്നില്ല, അതെ പുരോഹിതന്മാർ അംഗീകരിക്കുന്നില്ല. പക്ഷെ അവരുടെ കാര്യം വന്നപ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പ ചോദിച്ച ഒരു ചോദ്യമുണ്ട്, വിധിക്കാൻ ഞാൻ ആര് എന്നാണ്. അതെ പണ്ട് നക്കല്ലവറിയ എന്ന പാപിനിയെ കല്ലെറിയാൻ കൊണ്ടുവന്നപ്പോൾ യേശു ചോദിച്ച ചോദ്യങ്ങളാണ്, ഞാനും നിന്നെ വിധിക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. ഈ പാർപ്പാപ്പ അതല്ല ചോദിച്ചത്, വിധിക്കാൻ ഞാൻ ആരാണ്, അല്ലെങ്കിൽ നമ്മൾ. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്, നമ്മൾ ആരാണ് വിധിക്കാൻ? അപ്പോ മനസാക്ഷിക്കനുസൃതമായ ഒരു ജീവിതം. ഇതിന്റെ ഏറ്റവും ഒടുവിൽ മരണം വന്ന് തൊട്ടുരുമി നിൽക്കുന്ന സമയത്ത് പോലും അദ്ദേഹത്തിന്റെ ഉത്കണ്ഠ ഗാസയായിരുന്നു. അതെ, അതിന്റെ ഒരു മനോഹരമായ ഒരു അവസ്ഥയാണത്. അവിടുത്തെ മനുഷ്യരുടെ വിലാപം, കുഞ്ഞുങ്ങളുടെ വിലാപം, അതിന് അറുതി ഉണ്ടാവണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ അന്ത്യാഭിലാഷം എന്ന നിലയിൽ നമ്മൾ സ്വീകരിക്കേണ്ടതാണ്. അദ്ദേഹം മരിക്കുന്നത് അങ്ങനെയാണ്. അപ്പൊ അങ്ങനെ ഒരു പാപ്പ, അങ്ങനെ ഇപ്പൊ ഇതിനു മുമ്പ് നമ്മൾ ജോൺ പോൾ രണ്ടാമനെ കണ്ടപ്പോൾ ഏറ്റവും പോപ്പുലർ ആയ ജനപ്രിയനായ പാപ്പ ഇതായിരിക്കും എന്ന് കരുതി. പക്ഷെ അതിനേക്കാൾ വലിയ ഒരാൾ വന്നിരിക്കുന്നു, കടന്നുപോയിരിക്കുന്നു. അത്രയും ഈ സഭ മാത്രമല്ല, ലോകവും ദരിദ്രമായിരിക്കുന്നു. അതെ അതെ അതെ, തീർച്ചയായും. കാരണം ഈ കത്തോലിക്ക സഭ എന്നത് നമുക്കറിയാം, കേരളത്തിലടക്കം ഈ നവോത്ഥാനത്തിൻ്റെ ഭാഗവാക്കായിരുന്ന ഒരു സഭയാണ്. കാരണം നമ്മളെയൊക്കെ ആരോഗ്യത്തിലും വിദ്യാഭ്യാസത്തിലും ഒക്കെ മുമ്പോട്ട് നയിക്കുന്നതിൽ വലിയ നിർണായക പങ്ക് വഹിച്ചു. അങ്ങനെ ലോകത്ത് മൊത്തം അത്തരത്തിൽ മിഷണറി പ്രവർത്തനങ്ങളിലൂടെ വലിയ സേവനത്തിന് നേതൃത്വം നൽകിയ സഭയാണ്. 110 കോടിയിലധികം വിശ്വാസികൾ ഉൾപ്പെടുന്ന ഒരു വലിയ സഭ. ഇത്തരത്തിലുള്ളവർ അതിൻ്റെ നേതൃത്വത്തിലെത്തിയാൽ അതൊരു വലിയ കീഴ്വഴക്കമായി മാറുകയും ആ സഭ കൂടുതൽ പുരോഗമനമായ ആശയങ്ങൾക്ക് ഗുണപരമായി രാജ്യത്തിന്, ലോകത്തിന് സമ്മാനിക്കുന്ന ഒന്നായി മാറില്ലേ? അതൊരു അല്ലേ? അല്ല, കത്തോലിക്ക സഭയുടെ ചരിത്രത്തിൽ ആ മധ്യയുഗങ്ങളിൽ എന്നാൽ ഈ ഹോളി റോമൻ എംപയർ എന്നൊക്കെ ഉണ്ടായത്, വിശുദ്ധ റോമാ സാമ്രാജ്യം. അന്ന് മാർപ്പാപ്പമാർ നേരിട്ട് യൂറോപ്പിന്റെ ഭരണാധികാരം, ആ രാഷ്ട്രീയത്തിൽ ഇടപെടുന്ന അവസ്ഥയായിരുന്നു. അതൊക്കെ മാറി ഈ 20ാം നൂറ്റാണ്ടായപ്പോഴത്തേക്കും പുതിയ തരം ഒരു ന്യൂ ജനറേഷൻ പോപ്പുമാർ പ്രത്യക്ഷപ്പെട്ടു. ജോൺ 23 സൂനകദോസുകളിലൂടെ സഭയുടെ പ്രാർത്ഥനയിലും ആചാരങ്ങളിലും വിശ്വാസങ്ങളിലും മാത്രമല്ല, എല്ലാ സഭയുടെ ആഭിമുഖ്യത്തിൽ, മനോഭാവത്തിലെല്ലാം വലിയ മാറ്റം വരുത്തിയ ജോൺ 23. അതിനെ തുടർന്ന് വന്ന മറ്റു പാപ്പാമാർ, ജോൺ പോൾ രണ്ടാമൻ, എന്തിന് രാജിവെച്ച മാർപ്പാപ്പ ബെനഡിക്റ്റ് ഒരു പണ്ഡിതനായ പാപ്പയായിരുന്നു. ഇപ്പോൾ ഫ്രാൻസിസ്. ഇനി വരുന്നയാൾക്കും ഈ പാരമ്പര്യങ്ങളൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് മറ്റൊരു രീതിയിലേക്ക് മാറാൻ കഴിയില്ല. അതാണ്. വളരെ നന്ദി ഈ ഘട്ടത്തിൽ ഞങ്ങളോട് സഹകരിച്ചതിന്, അദ്ദേഹത്തെ അനുസ്മരിച്ചതിന് ശ്രീ സെബാസ്റ്റ്യൻ പോൾ.